Good morning. Welcome to all. പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. HRM എന്ന് ഷോർട്ടിൽ പറയുന്ന സാധനം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പവർ പ്ലാനിങ് രണ്ട് പാർട്ടായിട്ടാണ് ക്ലാസ്. ഒന്നാമത്തെ പാർട്ട് മാൻ പവർ പ്ലാനിങ് ആണ്. അതിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? ടോട്ടൽ നോളേജ്, സ്കില്ല്, ക്രിയേറ്റീവ് എബിലിറ്റി, ടാലൻറ്റ്, ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ആൻ ഓർഗനൈസേഷൻസ് വർക്ക് ഫോഴ്സ് ആസ് വെൽ ആസ് ദ വാല്യൂ, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഈസ് ഇൻവോൾവ്ഡ്. അപ്പോൾ ഒരു വ്യക്തിക്ക് എന്തുണ്ടാവാം? നോളജ് ഉണ്ടാവാം, സ്കില്ലുണ്ടാവാം, ക്രിയേറ്റീവ് എബിലിറ്റി ഉണ്ടാവാം, ടാലൻ്റ് ഉണ്ടാവാം, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവാം. പക്ഷേ ഇതെല്ലാം ഒരു ഓർഗനൈസേഷന് വേണ്ടി ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആയിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മുന്നോട്ട് വരുത്തിക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും ഒരേ രീതിയിൽ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് HRM. Objective to create, utilize and able to motive workforce, accomplish the basis organizational goal, to establish and maintain sound organization structure, desirable working relation among all members of organization, to secure integration of individual and group with organization by according to individual and group goal with those organization, create facility and opportunity for individual group or development so such as match it with growth of organization. അപ്പോൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങളെ, വർക്ക് ഫോഴ്സിനെ, ജീവനക്കാരെ ട്രെയിൻ ചെയ്യുകയും അവരെ സെലക്ട് ചെയ്യുകയും അവരെ വാർത്തെടുക്കുകയും ചെയ്യാണ്. ഈ ഒബ്ജക്റ്റീവ്സ് തന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, ഫങ്ഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എന്താണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്? സൊസൈറ്റിക്കോടുള്ള റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ആർമിയോ പോലീസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സൊസൈറ്റിക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധം അവരിൽ ജനിപ്പിക്കേണ്ടതുണ്ട്. ഡോക്ടേഴ്സ് ആണെങ്കിൽ, പോസ്റ്റ്മാൻ ആണെങ്കിൽ. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ എന്താണ്, ആ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഈ എത്തിക്സുകൾ നമ്മൾ നോക്കേണ്ടത്. ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചിരിക്കുന്നത് വർക്കിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ വർക്ക് എങ്ങനെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അപ്രോപ്രിയേറ്റായിട്ട് ഏത് ഫങ്ഷനാണ് അറ്റൈൻ ചെയ്യേണ്ടത്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ ഗോളുണ്ടാവും. അതും ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവിനെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവാക്കി മാറ്റണം. അതേപോലെ ഫങ്ഷൻസ് ഓഫ് HRM, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, നോട്ട് എഴുതേണ്ടതാണ്. ഫങ്ഷണൽ ഒബ്ജക്റ്റീവ് മാനേജീരിയൽ ഒബ്ജക്റ്റീവ് എന്നും ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ് എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിങ് ആൻഡ് കൺട്രോളിങ് ആണ്. നമ്മൾ ആദ്യം പറയുന്നത് ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് ആണ്. റിക്വയർമെൻറ്റ് ഓഫ് പേഴ്സൺസ്, ആളുകളെ എടുക്കുന്നത് എങ്ങനെ, ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സൺസ്, കോമ്പൻസേഷൻ ഓഫ് പേഴ്സൺസ്, എംപ്ലോയി ബെനിഫിറ്റ് സ്കീം, മെയിൻ്റനൻസ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, റെക്കോർഡ് കീപ്പിംഗ്, പേഴ്സണൽ പ്ലാനിംഗ് ആൻഡ് ഇവാലുവേഷൻ, പേഴ്സണൽ റിസർച്ച് ആൻഡ് ഓഡിറ്റ്. ഇതുകൊണ്ട് ഫങ്ഷൻ ഓഫ് HRM കഴിഞ്ഞില്ല. നമ്മൾ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്റ്റിങ്ങും വേറെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. മാനേജീരിയൽ ഫങ്ഷൻ്റെ ഭാഗമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു ജോലിയെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, എന്ത് രീതിയിലാണ് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അതിനെ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്, ഏത് ആക്ഷനാണ് പ്രോപ്പറായിട്ട് എടുക്കേണ്ടത്. ചിലപ്പോൾ അത് കോംപ്ലക്സ് ആയിട്ടും ഡൈനാമിക് ആയിട്ടുമുള്ള ഒരു എൻവോൺമെൻറ്റിലായിരിക്കും അതുണ്ടായിരിക്കുക. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, പവർ ആർക്കൊക്കെ ഡെലിഗേറ്റ് ചെയ്യണം, നൽകണം, ചാനൽ എങ്ങനെയാണ് അതോറിറ്റിയിൽ നിന്ന് ഓതറൈസേഷനായാലും ഓർഡറുകളായാലും നൽകേണ്ടത്, അത് തമ്മിലുള്ള കോർഡിനേഷൻ ഏത് രീതിയിലായിരിക്കണം. ഇതൊക്കെ HRMൻ്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. ഡയറക്ഷൻ ഇൻക്ലൂഡ് ഗൈഡിങ്
ഓവർസീയിങ്, ഇൻസ്പയറിങ്, ഇൻഫ്ലുവൻസിങ് ആരെ താഴെയുള്ള ജീവനക്കാരെയും മുകളിലുള്ള ആളുകൾക്കും അതിൻ്റെ. കൺട്രോളിങ് ഈസ് എ പ്രോസസ് സെറ്റിംഗ് എ സ്റ്റാൻഡേർഡ് ഫോർ എ പെർഫോമൻസ് ചെക്കിംഗ് ടു സീ ഹൗ ദ ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ വിത്ത് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്. ദെൻ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് ആണ് പ്രൊക്യൂർമെൻറ്റ് പേഴ്സൺസ്. പ്രൊക്യൂർമെൻറ്റ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്പറേഷണൽ ഫങ്ഷനാണ് ആളുകളെ എടുക്കുക, ജോലിക്കെടുക്കുക, സെലക്ട് ചെയ്യുക എന്നതിന് പകരം പറയുന്ന പേരാണ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് പേഴ്സൺസ്. രണ്ടാമത് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സൺസ്, ഓരോരുത്തരെയും ട്രെയിൻ ചെയ്യുന്നതിന് പകരം പറയുന്ന പേരാണ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സൺസ്. സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അത് ഇൻക്രീസ് ചെയ്യുക, അത് ജോലിക്ക് തൻ്റെ ഓർഗനൈസേഷൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് വേജ് ആൻഡ് സാലറി നൽകുന്നതിനെ കുറിച്ചാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ജോബിനും ഏത് തരം ശമ്പളമാണ് നൽകേണ്ടതെന്ന് നമ്മൾ അടുത്തതായിട്ട് പറയും, ഒബ്ജക്റ്റീവാക്കി മാറ്റണം. അതേപോലെ ഫങ്ഷൻസ് ഓഫ് HRM, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, നോട്ട് എഴുതേണ്ടതാണ്. ഫങ്ഷണൽ ഒബ്ജക്റ്റീവ് മാനേജീരിയൽ ഒബ്ജക്റ്റീവ് എന്നും ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ് എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിങ് ആൻഡ് കൺട്രോളിങ് ആണ്. നമ്മൾ ആദ്യം പറയുന്നത് ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് ആണ്. റിക്വയർമെൻറ്റ് ഓഫ് പേഴ്സൺസ്, ആളുകളെ എടുക്കുന്നത് എങ്ങനെ. ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സൺസ്, കോമ്പൻസേഷൻ ഓഫ് പേഴ്സൺസ്, എംപ്ലോയി ബെനിഫിറ്റ് സ്കീം. ഫങ്ഷൻസ് ഓഫ് HRMനെ നമ്മൾ മെറ്റീരിയൽ ഫങ്ഷൻ എന്നും പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ഷൻ ആൻഡ് കൺട്രോള്. അതിൽ പ്രൊക്യൂർമെൻറ്റിൽ ഭാഗമായി വരുന്ന ജോബ് അനാലിസിസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ഇൻഡക്ഷൻ. HRDയിൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസർച്ച് ഡെവലപ്മെൻറ്റിൽ വരുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ, ട്രെയിനിങ്, മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്, കരിയർ പ്ലാനിങ്, ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. കോമ്പൻസേഷനിൽ വരുന്നതാണ് ജോബ് ഇവാലുവേഷൻ, വേജ് സാലറി അഡ്മിനിസ്ട്രേഷൻ, ഇൻസെൻറ്റീവ്, ബോണസ്. ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ വരുന്നതാണ് മോട്ടിവേഷന്, ജോബ് സാറ്റിസ്ഫാക്ഷന്, കളക്ഷൻ ബയറിങ്, മോറല്, ക്വാളിറ്റി സർക്കിള്. അഫക്റ്റീവ് HRMൽ വരുന്നതാണ് ഓർഗനൈസേഷൻ ഹെൽത്ത്, HRM അക്കൗണ്ടിങ്, HRM ഓഡിറ്റിങ്, ഹ്യൂമൻ റിസർച്ച് എന്ന് റിസോഴ്സ് റിസർച്ച് എന്ന് പറയുന്നത്. ആ ഭാഗം, അവസാനം പറഞ്ഞ ഭാഗം നമുക്ക് ആവശ്യമില്ല. ദെൻ വേരിയസ് കോമ്പണൻസ് യൂസിങ് ഓഫ് HRD എന്ന് പറഞ്ഞാൽ എന്താണ്? HRD എന്ന് പറയുന്നത് ഫ്രം ദ ഓർഗനൈസേഷണൽ പോയിൻ്റ് ഓഫ് വ്യൂ is the process in which employee of an organization are helped, motivated to achieve and develop technical, material, behavior of knowledge ആണ്. HRD എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. മെയിൻലി കൺസേൺ ഡെവലപ്പിംഗ് ദ സ്കിൽ, നോളജ്, കോമ്പിറ്റൻസി ഓഫ് പീപ്പിൾ. ഇറ്റ് ഈസ് പീപ്പിൾ ഓറിയൻറ്റഡ് കൺസെപ്റ്റാണ്. ഇതിൻ്റെ മെയിൻ കോമ്പണൻസ് ആണ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷന്, പ്ലേസ്മെൻറ്റ്, ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റഡ്, പെർഫോമൻസ് അപ്രൈസൽ, ട്രെയിനിങ്ങിൽ തന്നെ ട്രാൻസ്ഫർ, പ്രൊമോഷന്, ഡിമോഷന് താഴ്ത്തുക. കരിയർ ഡെവലപ്മെൻറ്റ്, കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. കോമ്പൻസേഷനിൽ വരുന്നതാണ് വേജ്, സാലറി അഡ്മിനിസ്ട്രേഷൻ, ഇൻസെൻറ്റീവ്, ബോണസ്, ഫ്രിങ് ബെനിഫിറ്റ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രോഗ്രാം, എംപ്ലോയി കൗൺസിലിംഗ്, മോണിറ്ററി റിവാർഡ്സ്. ഇതെല്ലാം കോമ്പണൻസ് ഓഫ് HRM ആണ്. ഓരോന്ന് നോക്കുകയാണ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് മാൻ പവർ ഹാൻഡിലിംഗ്. റിക്വയർമെൻറ്റ് എന്താണ് മാൻ പവർ ഹാൻഡിലിംഗ്? മാൻ പവർ ഹാൻഡിലിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് manpower planning is the process by which management determine how the organization should move from its current manpower position to a desired manpower position. Through this planning, management strive to have right number, right kind of people and the right place at the right time, doing things with result in both organization and individual receive a long run benefit. എന്താ പറഞ്ഞത്? ആളുകളെ സെലക്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിരിക്കണം? റൈറ്റ് നമ്പർ, യഥാർത്ഥ ആവശ്യമായ ആളുകൾ, റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ, യഥാർത്ഥ ആവശ്യമുള്ള അല്ലെങ്കിൽ കഴിവുള്ള ആളുകൾ, റൈറ്റ് പ്ലേസ്, ഓരോരുത്തരെയും ഓരോ ജോലിക്ക്
the right time, doing which result in both organization and individual receive maximum and long benefit. Requirement of sound manpower planning. It should be done sufficiently in advance. എന്താണ് നേരത്തെ തന്നെ ചെയ്തു വെക്കണം. It reviewed periodically. Planning should have management support. Its need base ആവശ്യത്തിനനുസരിച്ച്. It should be economic in natural. എന്താണ് വലിയ നഷ്ടത്തിലും വലിയ ലാഭത്തിലും അല്ലാതെ ഒരാളെ കൊണ്ട് തന്നെ എല്ലാം പണിയെടുപ്പിക്കാതെ എന്നാൽ 10 ആൾ വേണ്ടടുത്ത് 9 ആളെങ്കിലും കൊടുത്തുകൊണ്ട് it is effective, efficient in nature. It should be simple and easy to understand. It should provide benefit, defined structure and method. Define ആയിട്ടുള്ള സ്ട്രക്ചറും മെത്തേഡും ഉണ്ടാവുക. ഇതിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാൻ പവർ പ്ലാനിംഗ് ആണ്. മാൻ പവർ പ്ലാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ആളുകളെ തീരുമാനിക്കാനെന്നുള്ളതാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം തന്നെ എന്തായിരിക്കും? വർക്കിംഗ് അവേഴ്സാണ്. നമുക്കറിയാം കോളേജ് എന്ന് പറയുന്നത് 6 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. രാവിലെ 4 ഉച്ചയ്ക്ക് 2 അല്ലെങ്കിൽ 3 അവർ ചേർത്താണ് എന്ത് ചെയ്യുന്നത്? മണിക്കൂർ തീരുമാനിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് അവേഴ്സ് ആണല്ലോ ആളുകളെ എത്ര എടുക്കണം എന്ന് ഫാക്ടറികളൊക്കെ തിരിക്കുന്നത്. മാൻ പവർ റിക്വയർഡ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ടോട്ടൽ അവേഴ്സ് വർക്ക് പെർ ഡേ ബൈ ദി എംപ്ലോയി ഇൻ ഇൻഡസ്ട്രി. രണ്ടാമത്തത് സ്വാഭാവികമായും ഷിഫ്റ്റുകൾ വർദ്ധിപ്പിക്കുന്നുണ്ടോ? 24 അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ പ്രൊഡക്ഷൻ 24 ആയിട്ട് അല്ലെങ്കിൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും? നമ്പർ ഓഫ് ഷിഫ്റ്റുകൾ വേണ്ടി വരും. ഇല്ല എങ്കിൽ ഒരൊറ്റ ഷിഫ്റ്റ് അതിനുള്ള ആളുകളെ മാത്രം നമ്മൾ തിരഞ്ഞെടുത്താൽ മതി. നാച്ചർ ഓഫ് പ്രൊഡക്ഷൻ, അതായത് എത്ര സമയം, ഐഡിയൽ ടൈം, സെറ്റിംഗ് ടൈം, സൈക്കിൾ ടൈം. അതായത് സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ സെറ്റിംഗ് ടൈം വേണ്ടി വരും, ചിലപ്പോൾ ഓരോ എണ്ണം കഴിഞ്ഞിട്ട് അടുത്ത് തുടങ്ങാൻ അതിന് സൈക്ലിംഗ് ടൈം വേണ്ടി വരും. കുറച്ച് സമയം ഫ്രീ ആയിട്ട് മെഷീനെ വിടേണ്ടി വരും. അതാണ് നാച്ചർ ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഐഡിയൽ ടൈം, സെറ്റിംഗ് ടൈം, സൈക്കിൾ ടൈം. പ്രൊഡക്ഷൻ മിക്സ് മേ ബി എ പ്രൊഡക്ഷൻ പ്ലാന്റ് ബേസ്ഡ് ഓൺ ഒപ്റ്റിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റി, സെയിൽ ഫോർകാസ്റ്റ് അല്ലേ. സെയിൽ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സാധനം വിറ്റുപോകുന്നതിനനുസരിച്ച് വേണം നമ്മൾ എന്തായിട്ട് പ്രൊഡക്ഷൻ എത്ര വേണമെന്ന് തീരുമാനിക്കാം. പ്രൊഡക്ഷൻ മിക്സ് എന്നാണ്. പ്രൊഡക്ഷൻ പ്രോഗ്രാംഡ് ബേസ്ഡ് ഓൺ ഒപ്റ്റിമം പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് സെയിൽ ഫോർകാസ്റ്റ്. പെർഫോമൻസ് റേറ്റ്. Rate of performance of worker also affect on the manpower requirement. ഒട്ടും കഴിയാത്ത പുതിയൊരു സംവിധാനമാണ് എങ്കിൽ കൂടുതൽ ആളുകളെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും? മൂവ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ ഒപ്റ്റിമം ആയിട്ട് എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഓരോരുത്തരുടെയും റേറ്റ് ഓഫ് പെർഫോമൻസ്, അളവ് എന്തിൻ്റെ പെർഫോമൻസിന്. ഹവേഴ്സ് ലോസ്റ്റ്, ഫസ്റ്റ് സമരം മൂലമോ അല്ല പിന്നെ ഇപ്പോൾ കൊറോണ മൂലമോ അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാഹചര്യം മൂലം നമ്മൾ സമയം നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇഫ് ദ പ്രൊഡക്റ്റീവ് മാൻ അവർ ലോസ്റ്റ് ആർ ലെസ് ദർ ഈസ് അവൈലബിൾ പ്രൊഡക്റ്റീവ് അവേഴ്സ് വിൽ ബി മോർ. അപ്പോൾ ഇത്ര നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്താണ് എന്ത് തീരുമാനിക്കുന്നത്? മാൻ പവർ എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത്. പ്രൊഡക്റ്റീവ് അവറിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ഡിലേസ്. ഡിലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിലേ ഒക്കർ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ഒന്ന് ഐഡിയൽ ടൈം. ഐഡിയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും മെഷീൻ റെസ്പോണ്ട് ചെയ്യാൻ. വെയിറ്റിംഗ് ഫോർ മെഷീൻ, ട്രാൻസ്പോർട്ടിംഗ് മെറ്റീരിയൽ, വെയിറ്റിംഗ് ഫോർ വാണ്ടഡ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ, വെയിറ്റിംഗ് ഫോർ പവർ ആൻഡ് സർവീസ്, സപ്ലൈ പോലെ എടുക്കുക അല്ലേ. അതുപോലെ അഡീഷണൽ ഓപ്പറേഷൻ ടൈമായിട്ട് വരുന്നത് ഇതൊക്കെ എന്താണ്? എന്തുകൊണ്ടാണ് പ്രൊഡക്റ്റീവ് മാൻ പവറിനെ അഫക്റ്റ് ചെയ്യുന്ന റീസൺസ് ആണ്. ഒന്ന് ഡിലേ, മറ്റൊന്ന് അഡീഷൻ ടു ഓപ്പറേഷൻ ടൈം. എന്താണ്? ചിലപ്പോൾ ഡിസൈൻ മാറ്റേണ്ടി വരും. ചേഞ്ച് ഇൻ ഡിസൈൻ ആൻഡ് സ്പെസിഫിക്കേഷൻ, ചേഞ്ച് കൺസ്യൂമർ നീഡ്, യൂസ് ഓഫ് ഓവർ സൈസ് മെറ്റീരിയൽ, ടൂൾ ആൻഡ് എക്യുപ്മെൻറ്റ്, റെക്ടിഫിക്കേഷൻ ആൻഡ് റീവർക്ക് ഡ്യൂ ടു പുവർ വർക്ക്മാൻഷിപ്പ്. Step of manpower process. Identify the manpower gap. അതായത് പുതിയ ആളുകളെ അല്ലെങ്കിൽ മാൻ പവറിനെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഉള്ള സ്ഥാപനമാണെങ്കിൽ ഓഡിറ്റ് ദ എക്സിസ്റ്റിംഗ് മാൻ പവർ.
എത്ര ആളുകളുണ്ട്, എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട്, സ്ഥാപനം ഇനി പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ്, അത് ആളുകൾ ഇപ്പോൾ ഉള്ളത് തന്നെ എഫക്റ്റീവ് അല്ല, ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ട്, ഇത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നാമതായിട്ട് നമ്മൾ മാൻ പവർ പ്ലാനിംഗ് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈയിങ് മാൻ പവർ ഗ്യാപ്പ്. രണ്ടാമത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻ്ററി. ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ പല ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ പുതിയ സാധനമോ ആളുകളെയോ എടുക്കുന്നതിനെയാണ്. അപ്പം മാൻ പവർ ഇൻവെൻ്ററി റെഫർ ടു അസസ്ഡ് ഓഫ് പൊട്ടൻഷ്യൽ എബിലിറ്റി ഓഫ് പ്രസൻറ്റ് വർക്കേഴ്സ്, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. രണ്ട് രീതിയിലും അവരുടെ ഇപ്പോൾ നിലവിലുള്ള ആളുകളുടെ അളവുകളും കാര്യങ്ങൾ, ഉദാഹരണം ഡേറ്റ് ഓഫ് ഏജ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ജോബ് ഡൺ, സമ്മറി ഓഫ് അപ്രൈസൽ, പ്രൊമോഷൻ റിസീവ്ഡ്, ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക്, ഇത്തരം കാര്യങ്ങളെല്ലാം ആണ്. അതെന്താണ്, ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കി, അതായത് കൂടുതൽ ആളുകളെ എടുക്കേണ്ടതുണ്ടോ എന്ന് നോക്കി. രണ്ടാമത് അവരുടെ ഏജ്, അതായത് പുതിയ ആളെ എപ്പോൾ എടുക്കേണ്ടി വരും, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് ഫാം എന്തെങ്കിലും പുതുതായി മാറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. ഫോർകാസ്റ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്, നമ്മൾ പുതുതായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നു അല്ലെങ്കിൽ പുതുതായിട്ടൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാൻ പവർ ഇൻ ഓർഗനൈസേഷൻ കണ്ടെയ്ൻ വേരിയസ് കാറ്റഗറി ഓഫ് വർക്കേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സ്കിൽ. Forecast manpower required would be and therefore be difficult to make. So it help bit of management in planning for supply different category of workers with a different level of skill for a different type of job. ഇനി മാൻ പവർ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് എന്ന് നോക്കാം. മാൻ പവർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കണ്ടു ഭാഗമാണ്. എന്ത് ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലായാൽ, ആദ്യത്തെ ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലായാൽ, ഇൻവെൻ്ററിയിൽ ഇനി ആൾ വേണമെന്ന് മനസ്സിലായാൽ, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷന്, ട്രെയിനിങ്, പ്രൊമോഷന്, അപ്രൈസൽ, ഇത്തരം കാര്യങ്ങളിലൂടെയാണ് മാൻ പവർ പ്രോഗ്രാമിംഗ് നടക്കുന്നത്. അതിന് ശേഷമുള്ള എക്സിക്യൂഷൻ ഭാഗമാണ് ഗ്യാപ്പ് ഉണ്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ. അതിനുവേണ്ടി ഈ ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ടും വരയ്ക്കണം. അപ്പോൾ മാൻ പവർ പ്രോഗ്രാമിംഗ് ഇപ്പോൾ അവസാനം പറഞ്ഞ 2 ചോദ്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗമാണ് സ്റ്റെപ്പ് ഓഫ് മാൻ പവർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത്. അതിൻ്റെ 4 പോയിൻ്റ് നിർബന്ധമായി എഴുതുക, നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുകയും ചെയ്യണം. എന്താണ് ഈ ഫ്ലോ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗോള്, ഒബ്ജക്റ്റീവ്, പ്ലാൻ ഓഫ് ഓർഗനൈസേഷൻ. ഗോൾ എന്താണ്? ഇന്ന ഒരു കാര്യം നടത്താൻ വേണ്ടി പുതിയ ഒരാളെ എടുക്കുക, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കൂട്ടുക, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാൻ പവർ പ്ലാനിങ്ങിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഐഡൻറ്റിഫൈ ചെയ്യണം ഗ്യാപ്പ് ഉണ്ടോ എന്ന്. ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര ആളുകൾ ആവശ്യമുണ്ട്, ഇത്ര ആളുകളെ എടുക്കാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഇൻവെൻ്ററി. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്, ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യുന്നിടത്താണ്. ഇതിപ്പോൾ 100 ആളെ വേണമെന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് 150 ആളെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചെക്ക് ചെയ്യുമ്പോൾ 50 പേരുടെ ഗ്യാപ്പ് മതി എന്ന് തീരുമാനിച്ചാൽ 100ഉം ഇല്ല 150ഉം ഇല്ല, നമ്മളെടുത്തത് 50 പേരെയാണ്. ആ 50 പേരിൽ നിന്ന് പിന്നെയാണ് തീരുമാനിക്കുന്നത് ഷോർട്ടേജ് ആണോ എക്സസ് ആണോ എന്ന്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, പോസിറ്റീവ് ഗ്യാപ്പ് ആണെങ്കിൽ ഷോർട്ടേജ് ആണ്, നെഗറ്റീവ് ഏതാണെന്നുണ്ടെങ്കിൽ എക്സസ് ആളാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ബ്രിഡ്ജ് ചെയ്യാനുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ ഓരോ പഠനത്തിലും ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഭാഗങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.